കൃഷിയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ശ്രദ്ധയുള്ളതും. അതായത് പ്രത്യേകിച്ച് കൃഷിയാണ് ഏറ്റവും നല്ലൊരു ബിസിനസ് ശൃംഖല വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും വലിയ സാധ്യത. തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃഷിക്കാണ് പ്രാമുഖ്യം നൽകേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കമ്പനി കൊണ്ടുവന്ന ഏറ്റവും വലിയ ടെക്നോളജിയാണ് ടെറാ ടെക്നോളജി എന്ന് പറയാൻ പറ്റും. ടെറാ ടെക്നോളജി എന്താണ് എന്നതിനെ കുറിച്ച് ആദ്യം ഞാൻ പറയട്ടെ. പ്രകൃതിദത്തമായ രീതിയിൽ എഴുതുന്നവർക്ക് എഴുതാം. പ്രകൃതിദത്തമായ രീതിയിൽ ഭൂമിയെ തയ്യാറാക്കുന്ന രീതി, പ്രകൃതി വെള്ളം, വളം, കീടനാശിനികളുടെ ഉപയോഗം കുറച്ചുകൊണ്ട് കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. അതായത് നമുക്ക് ചെലവാകും. ഒരു കർഷകനെ സംബന്ധിച്ച് മേജറായിട്ട് ചിലവാകുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് വെള്ളത്തിന്റെ ചെലവ് വരുമ്പോൾ മോട്ടർ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ ഇലക്ട്രിസിറ്റിയുടെ എക്സ്പെൻസ് കൂടുന്നു. വളമാകുമ്പോൾ അദ്ദേഹത്തിന്റെ കോസ്റ്റിംഗ് കൂടുന്നു. കീടനാശിനികൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അത് ആ കൃഷിയെ രീതിയെ കൂടെ ബാധിക്കുന്നു. അത് ഉപയോഗിക്കുന്ന മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ ഇതിനെയെല്ലാം നല്ല രീതിയിൽ കുറച്ചുകൊണ്ട് മികച്ച രീതിയിൽ കൂടുതൽ വിളവ്, നമുക്ക് കൂടുതൽ ഉത്പാദനം ഉണ്ടാക്കുമ്പോഴാണ് കർഷകരെ സംബന്ധിച്ച് കൂടുതൽ പ്രതിഫലം കിട്ടുകയും അദ്ദേഹത്തിന്റെ പ്രോഫിറ്റബിലിറ്റി, അദ്ദേഹത്തിന്റെ ലാഭം വർദ്ധിക്കുകയും ചെയ്യും. ആ രീതിയിൽ വളരെ മികച്ച ഒരു കൃഷി രീതിയാണ് ഈ ടെറാ ടെക്നോളജി എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇത് നീണ്ട 20 വർഷത്തെ ശാസ്ത്രീയ ഗവേഷണ ശേഷം വികസിപ്പിച്ചെടുത്ത ജൈവ കൃഷി രീതിയാണിത്. ജൈവ വസ്തുക്കൾ, നൈട്രോജൻ, ഫോസ്ഫറസ് ഇവയുടെ സന്തുലിതമായ ഉപയോഗം മണ്ണിന്റെ പ്രാകൃതികമായ സ്വഭാവം നിലനിർത്തുക, അതോടൊപ്പം സസ്യങ്ങൾക്ക് വേണ്ട പോഷകം നൽകുക, ഇവയാണ് ടെറാ ടെക്നോളജിയുടെ പ്രത്യേകത. മനുഷ്യനെ സംബന്ധിച്ച് തന്നെ വിറ്റാമിൻ, പ്രോട്ടീൻസ് കിട്ടിയെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ പറ്റുന്ന പോലെ ചെടികൾക്ക് പോഷകങ്ങൾ കിട്ടിയെങ്കിൽ മാത്രമേ ചെടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുകയും അതുമൂലം പ്രൊഡക്ടിവിറ്റി കൂട്ടുവാൻ നമുക്ക് സഹായിക്കും. അതാണ് ടെറാ ടെക്നോളജി മൂലമുള്ള ഏറ്റവും വലിയ പ്രത്യേകത.